പാലക്കാട്ടിലൂടെയാണ് നമ്മുടെ യാത്ര. നമുക്കൊപ്പം ശ്രീ രമേഷ് പിഷാരടിയുണ്ട്. വെൽക്കം രമേഷ് പിഷാരടി. നമസ്കാരം രമേഷ് പിഷാരടി ഞാനും തമ്മിലെ ഒരു ഗൂഢനീക്കം പണ്ട് ദുബായിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. എന്താണെന്നറിയോ? ഗൂഢമൊന്നും എനിക്ക് തോന്നിയില്ല. ഞങ്ങൾ പോയിട്ടേ നല്ല ഭക്ഷണം കഴിച്ചു, അത്രേ ഉള്ളൂ ഗൂഢനീക്കം. ഒരു ടെൻഷനില്ല. എന്ത് ഗൂഢനീക്കമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതിപ്പോ ഈ പറഞ്ഞത് വല്ല ഗൂഢനീക്കമാണോ എന്ന് ഞാൻ സംശയിച്ചു എന്നുള്ളതേ ഉള്ളൂ, വേറൊന്നുമില്ല, ഒരു സംശയങ്ങളുമില്ല. പൊതു പരിപാടി ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു, അത് ഞങ്ങൾ ഒന്നിച്ചുപോയിട്ട് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പിരിഞ്ഞിട്ടുണ്ടായിരുന്നു, അത്ര തന്നെ. സാധാരണ പെട്ടെന്ന് ടെൻഷൻ വരും, ഗൂഢനീക്കം ഇതെന്താണ് സംഭവം. പക്ഷെ രമേഷ് പിഷാരടിക്ക് അങ്ങനെ കാര്യമായിട്ട് ഒളിക്കാനൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ എങ്ങനെയുണ്ട് ചൂട് കലക്കിയിട്ടുണ്ട്. നമ്മള് ചൂടുണ്ടെന്നൊക്കെ പ്രതീക്ഷിച്ചൊക്കെ തന്നെയാണ് വന്നത്. എങ്കിലും ചൂട് നമ്മൾ ഓപ്പൺ ജീപ്പിലൊക്കെ പോകുമ്പോൾ റോട്ടിലിങ്ങനെ നല്ല തിളച്ചു പൊങ്ങുന്ന ചൂടുണ്ട്. അതിനെ ഇപ്പൊ തൽക്കാലം മൈൻഡ് ചെയ്യാനുള്ള സമയമില്ല. അതെന്ന് പറഞ്ഞ് നമുക്ക് ഒരു സ്റ്റെപ്പ് ബാക്കിട്ട് വെക്കാൻ പറ്റില്ല. ചൂട് അതിന്റെ വഴിക്ക് നടക്കുന്നു, നമ്മൾ നമ്മുടെ വഴിക്ക് നടക്കുന്നു. പിന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളെ കാത്ത് വഴി നിൽക്കുന്നവരും കാണാൻ നിൽക്കുന്നവരും ഈ ഒരാൾക്ക് മാത്രമായിട്ടല്ലല്ലോ ഒരു ചൂടുള്ളത്, എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ ആ കൂട്ടത്തിൽ നമ്മൾ സഹിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ സിനിമയിലാണെങ്കിൽ ആ സീൻ കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ്, അങ്ങനെ ചൂട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് വരായിരുന്നു. ഇത് അങ്ങനത്തെ പരിപാടി ഇല്ല എന്നുള്ള ബോധ്യം എനിക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ സിനിമയില് മറ്റേ കട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോഴേക്കും ഇവിടെ വന്നിങ്ങനെ ഒന്ന് പഫ് ചെയ്ത് തരാനൊക്കെ വേണ്ട, അതൊന്നും ഇല്ലല്ലോ. കൂടുതൽ പഫ് ചെയ്തല്ലേ? ഒന്നുമില്ല. പിന്നെ ഞാനും സിനിമയുടെ ഈ ഡയറക്ഷന് പോകുമ്പോ ഈ പഫിംഗ് ഒന്നും ഇല്ല. പിന്നെ TV ഷൂട്ടിങ്ങൾ ഒരു കാലം കഴിഞ്ഞപ്പോ ഫ്ലോറിനകത്തോട്ടായല്ലോ കൂടുതൽ. നമ്മൾ പണ്ടത്തെ ഔട്ട്ഡോർ പരിപാടികളുടെ എണ്ണം താരതമ്യേന കുറവായല്ലോ, എല്ലാം ഉള്ള അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇത് പ്രചരണം എന്ന് പറയുന്നത് ഒരു ചുരുങ്ങിയ സമയവും കൂടുതൽ ആളുകളും അങ്ങനെയുള്ളൊരു പരിപാടിയാണിത്.